വാളയാറിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന അതിഥി തൊഴിലാളി രാംനാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ രാംനാരായണന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നഷ്ടപരിഹാരം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ മൃതദേഹം ഏറ്റെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്ന് കുടുംബാംഗങ്ങളും സമരസമിതിയും അറിയിച്ചു. കുടുംബവും ആക്ഷൻ കൌൺസിൽ അംഗങ്ങളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രാംനാരായണന്റെ മരണം സർക്കാർ ഗൌരവത്തോടെ കാണുന്നുവെന്ന് ചർച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംഭവം ദൌർഭാഗ്യകരമാണ്. കേസ് ഗൌരവകരമായി മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. ബംഗ്ലാദേശി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് SIT പരിശോധിക്കും. പഴുതടച്ച അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. SC/ST പീഡന നിരോധന നിയമവും ഉൾപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്നത് ഗൌരവമായി പരിഗണിക്കും. ഇക്കാര്യത്തിൽ ക്യാബിനറ്റാണ് തീരുമാനമെടുക്കുക. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ പരിരക്ഷയും നൽകണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. 10 ലക്ഷത്തിൽ കുറയാത്ത തുക നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽ പൂനാവാല കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഗൈഡ്ലൈനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകം 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ വംശീയ വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. ബംഗ്ലാദേശി എന്ന പേരുൾപ്പെടെ വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട അറിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ബന്ധപ്പെട്ട SITയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ചെയ്യേണ്ടത്. SIT വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം നടത്തുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല. പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്നോട്ടുപോക്കുമില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചു. മന്ത്രി നേരിട്ട് ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നടത്തിവന്നിരുന്ന പ്രതിഷേധം അർദ്ധരാത്രിയോടെ കുടുംബാംഗങ്ങളും ആക്ഷൻ കൌൺസിലും അവസാനിപ്പിച്ചിരുന്നു. അടിയന്തര നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന് മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായിരുന്നില്ല. ഇതിനിടെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം ആൾക്കൂട്ടമർദ്ദനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താമെന്നും IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ സമ്മതിച്ചിരുന്നു. സർക്കാരുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നുവെന്നാണ് സമരസമിതിയുടെ നിലപാട്. മൃതദേഹം ഏറ്റെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്ന് കുടുംബാംഗങ്ങളും സമരസമിതിയും വ്യക്തമാക്കി. നഷ്ടപരിഹാരം ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഇതിനിടെ വാളയാറിലെ ആൾക്കൂട്ടം കൊലപാതകത്തിൽ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. രാംനാരായൺ ബഗേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.